الله تعالى وبركاته. الحمد لله وكفى الصلاة والسلام على سيدنا المصطفى وعلى آله أهل الصدق الوفاء أما بعد. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഗാസയുടെ ചക്രവാളത്തിൽ ചോരയുടെ ചുവന്ന മഷി പടരുകയാണ്. ഇത് കേവലം ഒരു ഭൂപ്രദേശമല്ല, ലോകത്തിന്റെ മനസാക്ഷിയിൽ വിങ്ങുന്ന ഉണങ്ങാത്തൊരു മുറിവാണ് ഗാസ. അധിനിവേശത്തിന്റെ ഭീകരമുഖം കണ്ടിട്ടും തളരാത്തൊരു ജനതയുടെ മുഖമുണ്ട് എൻ്റെ മനസ്സിൽ. ഒരു ഇസ്രായേലും പട്ടാളക്കാരനെ കാണുമ്പോൾ ആരുടെയും ആജ്ഞ കൂടാതെ ഒരു കല്ലെടുത്തെറിയുന്ന 3 വയസ്സുകാരൻ. അവനെ പിടികൂടി ആരാണ് നിന്നിത് പഠിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ നിഷ്കളങ്കമായ മുഖത്തോടെ ആ 3 വയസ്സുകാരന്റെ മറുപടി എൻ്റെ ജ്യേഷ്ഠനാണ്. ആ ക്രൂരനെ പിടിക്കണമെന്ന കാര്യത്തിൽ ആ 3 വയസ്സുകാരന്റെ ജ്യേഷ്ഠനെ തപ്പി ആ ഇസ്രായേൽ പട്ടാളക്കാരൻ പോവുകയാണ്. പോകുമ്പോൾ വീട്ടുമുറ്റത്ത് മണ്ണിൽ വാരി കളിക്കുന്ന 3 വയസ്സുകാരന്റെ ജ്യേഷ്ഠൻ 4 വയസ്സുകാരൻ. പ്രിയമുള്ളവരെ, ഇങ്ങനെയൊരു ജനതയുടെ പ്രതിരോധം, കൺപോളകളിലേക്ക് പാഞ്ഞു വരുന്ന ഒരു പ്രാണിയിൽ നിന്ന് തന്റെ കണ്ണുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നാം ആരുടെയും നിർദ്ദേശം കാത്തിരിക്കാറില്ല. അതുപോലെ തന്നെയാണ് ഒരു ഇസ്രായേലും പട്ടാളക്കാരനെ കണ്ടപ്പോൾ ഫലസ്തീനിൽ ഒരു പിഞ്ചു കുഞ്ഞ് ചെയ്ത ആ കല്ലെടുത്തെറിഞ്ഞ പ്രവൃത്തിയും. ഇതാണ് പ്രകൃതി സഹജീവമായ പ്രതിരോധം. അതാണ് ഗാസയുടെ അടങ്ങാത്ത വീര്യം. പ്രിയമുള്ളവരെ, സൈനിസത്തിന്റെ സൈനികാദേശം എന്ന പ്രത്യശാസ്ത്രം ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ബാല്യം കവർന്നെടുത്ത് അവരെ പോരാളികളാക്കി മാറ്റുമ്പോൾ ഗാസ എന്നും ലോകത്തിന്റെ ഒരു ചോദ്യചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, എന്താണ് ഫലസ്തീനുകാർ ചെയ്ത തെറ്റ്? പണ്ട് കാലത്ത് ജർമ്മനിയിൽ അഡോൾഫ് ഹിറ്റ്ലർ ഭരിച്ച കാലത്ത് താമസിക്കാൻ ഒരിടമില്ലാത്ത, കഴിക്കാൻ കുറച്ച് ഭക്ഷണമില്ലാത്ത കുറച്ചു പേർക്ക് ഒരിടം കൊടുത്തതാണ് ഇന്ന് ഫലസ്തീന് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. ആ കുറച്ചു പേർ ഒരുപാട് ആളുകളാവുകയും ഫലസ്തീൻ എന്ന രാജ്യത്തെ കയ്യേറുകയും 1948 ഇസ്രായേൽ എന്നൊരു രാഷ്ട്രം വരികയാണ്. പ്രിയമുള്ളവരെ, ഇപ്പോഴത്തെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു ആവശ്യപ്പെടുന്നത് അവർക്ക് ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ വേണമെന്നാണ്. ഫലസ്തീൻ അവർക്ക് ഒന്നുകൂടി സ്ഥലം ഒരുപാട് വേണമെന്നാണ്. പ്രിയമുള്ളവരെ, ജീവിക്കാനുള്ള കൊതി കൊണ്ട് അവർ ആശുപത്രികളിലേക്കും അഭയാർത്ഥി കേന്ദ്രങ്ങളിലേക്കും പോകുമ്പോൾ അവരുടെ ശരീരത്തിലേക്ക്, ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ശരീരത്തിലേക്ക് ബോംബിട്ടതിന് അവരുടെ പേര് വംശഹത്യ എന്നതാണ്. എന്തിനാണ് അവർ അതിനെ വിളിക്കുന്നത്? അവരെ ക്രൂരതകളെ നിസാരവൽക്കരിക്കാനാണ്. എന്റെ സ്നേഹിതന്മാരെ, ഫലസ്തീനിലെ യുദ്ധം തുടങ്ങിയിട്ട് ഇന്നേക്ക് 760ഓളം ദിവസം കടന്നു കഴിഞ്ഞിരിക്കുന്നു. മരണസംഖ്യയോ 68,000-ത്തിലേക്കും കടന്നു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇത് വെറും അക്കങ്ങളല്ല. പൊലിഞ്ഞു പോയ ആളുകളുടെ നിശാലയും മാത്രമല്ല അവരെ നിശബ്ദമാക്കിയ ശരിയുമാണ് അവതെല്ലാം. നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, ലബനാനിലെ പല അഭയാർത്ഥി കേന്ദ്രങ്ങളിലേക്കും ബോംബിട്ട ആ പിഞ്ചു കുഞ്ഞുങ്ങൾ അഭയാർത്ഥി കേന്ദ്രമാക്കിയ ആ സ്ഥലത്ത് ബോംബിട്ടതിന്റെ ആ കുട്ടികളുടെ രക്തത്തിന്റെ ഗന്ധം ഇന്നും അവിടുന്ന് പോയിട്ടില്ല. അവിടെ വായുവിൽ ഇപ്പോഴും ആ മണം വീശിക്കൊണ്ടിരിക്കുന്നു. ഗാന്ധിജി പറഞ്ഞ സത്യം, ഫലസ്തീന്റെ കുട്ടികൾക്കുള്ളതാണ്, ഫലസ്തീന് മനുഷ്യർക്കുള്ളതാണ്. അത് ആ സത്യം ലോകത്തോട് വിളിച്ചു പറയുക. ഗാസയുടെ നമ്പരം നമ്മുടെ എല്ലാവരുടെയും നമ്പരമാകണം. പ്രിയമുള്ളവരെ, ഫലസ്തീനിലെ ഒരു ഇംഗ്ലീഷ് കവിയായ ഫതഹ് ദുഃഖ എന്ന് പോലും പണിയില്ലേ, enough for me to die in her and buried in her and the vanish and melt and place of in her in earth. എന്താണ് അവർ പറഞ്ഞത്? എനിക്ക് അവരുടെ ഭൂമിയിൽ മരിക്കണം, എനിക്ക് അവരുടെ ഭൂമിയിൽ തന്നെ മരിക്കണം, എനിക്ക് അവരുടെ ഭൂമിയിൽ മറമാടണം, എനിക്ക് അവരുടെ ഭൂമിയിൽ അലിഞ്ഞു ചേരണം. അന്ന് ഫലസ്തീനെ കുറിച്ച് പാടിയെന്നാണ്. നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഫലസ്തീനുകാർ കുറച്ച് ജൂതന്മാർക്ക് കുറച്ചു പേർക്ക് ഒരു സ്ഥലം കൊടുത്തതാണ് ഇപ്പോൾ ഏറ്റവും വലിയ തെറ്റ്. പ്രിയമുള്ളവരെ, ഫലസ്തീനിൽ നമ്മുടെ സഹോദരന്മാർ മരിച്ചു പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് ഇവിടെ ഞാൻ മനസ്സിലാക്കേണ്ടത്. നമുക്കൊന്നേ ചെയ്യാൻ കഴിയുകയുള്ളൂ, പ്രാർത്ഥന. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.